രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം. ഇനി മുകേഷ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെടണം. ഇതിന് ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാരിൽ നിന്ന് വരുന്ന പ്രതികരണം അതിശയിപ്പിക്കുന്നതാണ്. CPM എന്താ കോൺഗ്രസിന് പഠിക്കുകയാണോ? CPM വേറിട്ട് നിൽക്കേണ്ടതല്ലേ? ആ വേറിട്ട് നിൽക്കുന്ന കോൺഗ്രസുകാർ രാജിവെച്ചിട്ടില്ല, ഞങ്ങൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷത്തേതെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് ഞങ്ങളായി പറയുന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു പാർട്ടിക്കാർ ചെയ്യുന്നത് തന്നെ ഞങ്ങളും അനുവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ കാര്യത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം. മുകേഷ് ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായും ജനാധിപത്യപരമായും നൈതികത പുലർത്തേണ്ട ആളുകളാണ്. അതുകൊണ്ട് ആ നിലപാട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അത്തരം ആളുകൾ ജനപ്രതിനിധികളായിരിക്കാൻ ഒരു കാരണവശാലും അർഹരല്ല. ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്നവർ മാതൃകപരമായിരിക്കണം. ആ മാതൃക കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സ്ഥിരമായിട്ട് ഇത്തരം ആരോപണ വിധേയരായവരുടെ ഒരു അടവാണ്. സ്ത്രീകൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ വീണ്ടും പരാതി കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ഈ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനകത്ത് സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാരൻ. 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകളെയും പൊതുസമൂഹത്തെയും വഞ്ചിച്ചതാണ് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആരോപണങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കുന്നു, നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ അപമാനകരമാണ്, പ്രതിഷേധാർഹമാണ്. അതിശക്തമായ നടപടി ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സംരക്ഷണ സമിതി, നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷ ആ അംഗത്തിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തപ്പെടുകയും വേണം. KK രമയുടെ വാക്കുകളാണ് കേട്ടത്. തത്സമയം കോഴിക്കോട്ട് നിന്ന് നമുക്ക് നിതിനിലേക്ക് വീണ്ടും എത്താം. നിതിൻ, KK രമ അസന്നിഗ്ധമായി, RMB അസന്നിഗ്ധമായി പറയുകയാണ് അവർക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിതിൻ ഇതിനകത്ത് പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. കോൺഗ്രസിലെ 2 MLA-മാർ എന്തിനാണ് കോൺഗ്രസിനെ കണ്ടുപഠിക്കുന്നത്? മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കണ്ടുപഠിക്കുന്നതാണോ ഇടതുപക്ഷം എന്നവർ ചോദിക്കുകയാണ്. അവർക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയും നിതിൻ, അതല്ലേ അതിന്റെ ശരി? നമുക്ക് കൈയടിച്ച് അംഗീകരിക്കേണ്ട ഒരു നിലപാടല്ലേ KK രമയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? തീർച്ചയായും KK രമ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രമ ചോദിച്ചത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ 2 ജനപ്രതിനിധികൾക്ക് എതിരെ ഇത്തരം ആരോപണം ഉണ്ടായപ്പോൾ എന്ത് നിലപാടെടുത്തു എന്നതിനെ ആശ്രയിച്ചാണോ CPIM ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തിന്, അതായത് കോൺഗ്രസിന് ഈ MLA-മാരുടെ കോൺഗ്രസിന് മുകേഷ് MLA-യുടെ രാജി ആവശ്യപ്പെടാൻ ഒരു ധാർമ്മികത ഇല്ല. അല്ലെങ്കിൽ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ CPIM-ന് കഴിയും എന്നൊരു ഉത്തമമായ ബോധ്യം CPIM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുവരെ ഔദ്യോഗികമായി അദ്ദേഹം MLA-യുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മുകേഷ് രാജിവെക്കണമോ എന്നത് തീരുമാനിക്കേണ്ടത് CPIM-ഉം മുകേഷുമാണ്. ആ ഒരു മറുപടിയിൽ അദ്ദേഹം ഇത് ഒതുക്കുകയും ചെയ്തു. എന്തായാലും KK രമ ചോദിച്ചത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കോൺഗ്രസിന്റെ നിലപാട് കണ്ടാണോ CPIM നിലപാട് സ്വീകരിക്കേണ്ടത് ചോദിക്കുന്നു. അപ്പോൾ KK രമയുടെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമാകുന്നില്ലേ ആ ചോദ്യത്തിലും? അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇത് ഇടതുപക്ഷത്തിൻ്റെത് ഈ ഒരു നയം ആകരുതല്ലോ, ധാർമ്മികത ഇങ്ങനെ ആവരുതല്ലോ എന്ന്. തീർച്ചയായും KK രമ പഴയ SFIയുടെ നേതാവാണ്. KK രമയുടെ പഴയ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യമാണോ ഇന്ന് ഈ വിഷയത്തിൽ CPIM ഉയർത്തിപ്പിടിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യം KK രമ ചോദിക്കുമ്പോൾ അതിന് CPIM-ന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സാങ്കേതികമായി അല്ലെങ്കിൽ ധാർമ്മികത എന്നൊരു വാക്ക് ഈ കേസിൽ പ്രസക്തമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ മുകേഷിന്റെ രാജി വേണ്ട എന്ന് EP ജയരാജൻ പറഞ്ഞത് CPIMന്റെ നിലപാട് തന്നെയായി നമുക്ക് വ്യാഖ്യാനിക്കാം. പാർട്ടി ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു MLAക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നാൽ CPIMന്റെ ഒരു സംഘടനാ ചട്ടക്കൂട് അനുസരിച്ച് കൃത്യമായി അവർ അത് പരിശോധിക്കും. അവരത് അവൈലബിൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേർന്ന് അവർ കാര്യം ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കും. ആ നിലപാട് CPIM എടുത്ത നിലപാട് തന്നെയാണ് EP ജയരാജൻ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്. കാരണം മുകേഷിന്റെ രാജി വേണ്ട എന്ന CPIM നിലപാട് തന്നെയാണ് EP ജയരാജൻ LDF കൺവീനർ EP ജയരാജൻ പ്രഖ്യാപിച്ചത്. അതിൽ ഇനി ഒരു മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെയും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് CPIM മുകേഷിനെ സംരക്ഷിക്കേണ്ടത്? ഈ ചോദ്യം പൊതുസമൂഹം ഉയർത്തുമ്പോൾ അതിനു മറുപടി പറയേണ്ട ഒരു ബാധ്യത CPIM നേതാക്കൾക്കുണ്ടാകും, അല്ലെങ്കിൽ CPIM നേതാക്കൾക്കുണ്ട് എന്നതിലും ഒരു തർക്കവുമില്ല. ഫിജി.